ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ ആയി ഇങ്ങനെ ഇൻട്രോ കൊടുത്തിട്ട്. അതും ഇച്ചായനും ഇല്ലായിരുന്നു, പിന്നെ ഇച്ചാനും കൂടി ഉണ്ട്. ഭയങ്കര മഴയായിരുന്നു. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരാ ഇച്ചായ ഉണ്ടാക്കുന്നത്? അപ്പം ഇച്ചായനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഡ്യൂട്ടി എൻ്റെ കഴിഞ്ഞു. അപ്പം ഇന്ന് ഇച്ചായൻ ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ പോകണം. ഈ മഴ എങ്ങനെ പോകുന്ന അറിയില്ല. പിള്ളേരെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. പണിയെല്ലാം ഒതുക്കിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഭയങ്കര മഴയാണ്. ഇന്നലെ എപ്പോഴാണ് കറണ്ട് വന്നേ? രാവിലെ ഇന്നലെ രാത്രി പോയ കറണ്ട് രാവിലെയാണ് വന്നത്. പക്ഷേ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി ബാക്കി പരിപാടിയൊക്കെ കാണാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഭയങ്കര മഴയാണ്. ഓൾറെഡി ഇവിടെ തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ മഴ പെയ്യുന്നതുകൊണ്ട് എക്സ്ട്രീം ലെവലിലെ തണുപ്പാണിപ്പം. പിന്നെ നല്ല കാറ്റും ഉണ്ട്. കണ്ടിന്യൂസ്ലി മഴ പെയ്യുമ്പോൾ ഇവിടെ ലാൻഡ് സ്ലൈഡിങ്ങും മരമൊക്കെ വീഴും. അതാണ് ഇവിടെ മെയിൻ പ്രോബ്ലം. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇത് എന്താ? ഓട്ടപ്പം. ഓട്ടപ്പം ഒരു പുതിയ വെറൈറ്റി പേരാണല്ലോ. വെറൈറ്റിയാ, നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇതിന് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ്? അരിപ്പൊടി, മുട്ട, ഉപ്പ്, കുറച്ച് വെള്ളം. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടിക്കുക. ദോശനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് അടിച്ചെടുക്കും. ബാറ്റർ എടുക്കുക. ദോശ പോലെ ആവരുത്, ദോശ കുറച്ചും കൂടെ. മുട്ട വേണോ ഉപ്പ് വേണോ? ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി, ഉപ്പ് ഇടില്ല. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ മമ്മിയുടെ എന്താ പറയുക തട്ടിക്കൂട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിച്ചിട്ട് കുറെ കാലമായി. നമുക്ക് നോക്കി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇല്ല, ഇതുപോലെ ഒരു പേര് കേൾക്കുന്നതും ആദ്യമായിട്ടാണ്. ഇന്നലെ മുട്ടച്ചുരുള് കഴിക്കുന്നത് നീ ഇതായില്ലേ? മുട്ടച്ചുരുള് പിന്നെ ഞാൻ ആദ്യമായിട്ടാ കഴിക്കുന്നത്. മീൻസ് എന്തൊക്കെ കഴിക്കാൻ എടുക്കണം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലേ, കൂട്ടത്തിൽ ലഞ്ചും ഡിന്നറും കൂടി എല്ലാം കൂടിയിട്ട് നീ അങ്ങോട്ട് ഇതാക്കില്ലേ. നമ്മുടെ ബാറ്റർ റെഡി. ഇതുപോലെ ലൂസായിട്ട് വേണം വരാൻ. ഇതിലൂടെ നമുക്ക് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് തേങ്ങാപ്പാല. ഞങ്ങൾക്ക് ഇഷ്ടം, എനിക്കും എൻ്റെ അനിയനും ഇഷ്ടം തേങ്ങാപ്പാല. പക്ഷെ ചിക്കൻ കറി യൂസ് ചെയ്യാം, ബീഫ് യൂസ് ചെയ്യാം. ഉണ്ണി എന്തെങ്കിലും ഈ എരിവുള്ള കറിയില്ല, ചിക്കൻ കറി, ബീഫ് കറി ഇതില്ല, അതും ഈ തേങ്ങാപ്പാല കൂടി മിക്സ് ചെയ്ത് മധുരം എരിവും കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. അല്ലെങ്കിലും ഇവര് ഈ പാലപ്പം ഉണ്ടാക്കുമ്പോഴും തേങ്ങാപ്പാല യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാല ഇഷ്ടമല്ല. ഞങ്ങള് ഈ ബീഫോ ചിക്കനോ മുട്ടയോ അങ്ങനെയൊക്കെ ഞങ്ങള് ഈ പാലപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല. അപ്പൊ ഇതിന്റെ കൂടെ തേങ്ങാപ്പാലെന്ന് പറഞ്ഞപ്പോ ശരി. അപ്പൊ എന്തായാലും ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. അതും ബീഫ് കറി നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാം. തേങ്ങാപ്പാലോ പിന്നെ നോക്കാം. തേങ്ങാപ്പാലോ. അങ്ങനെ നമ്മുടെ ഓട്ടപ്പത്തിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി. ഇന്ന് ഇച്ചായനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾ കടയിൽ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ലഞ്ചൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഈ ബീഫും കൂടി ഉള്ളു റെഡിയാക്കാൻ, അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്, ഇതുവരെ എണീറ്റിട്ടില്ല. 2 കുട്ടികളും ആണെങ്കിൽ ചൂട് പിടിച്ച് കിടന്ന് ഉറങ്ങുക. അല്ലെങ്കിലും ഈ തണുപ്പുള്ള ക്ലൈമറ്റിലും അതിൻ്റെ കൂടെ മഴയും പെയ്യുമ്പം പുതപ്പിൻ്റെ അകത്ത് ചൂട് പിടിച്ച് കിടന്ന് ഉറങ്ങാൻ ഒരു സുഖം തന്നെയാണ്. മെയിനായിട്ട് ഈ ബാറ്ററി എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടി പിടിക്കും, മീൻസ് ഈ പൊടികളൊക്കെ അടിയിലേക്ക് പോകും കേട്ടോ. നന്നായി ചൂടാവണം, ഇല്ലെങ്കിൽ ആ ഹോൾസ് വരില്ല, സാധാ ദോശ വരില്ല. ചൂടുണ്ട്. ആദ്യത്തെ ഒന്നും ഉണ്ടാക്കിട്ട
ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാവുക. ഈ സൈഡില് ഓട്ട, അങ്ങനെയാണ് ഇതിന് ഓട്ടപ്പം എന്നുള്ള പേര് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോൾസ് വരുന്നോണ്ട് അവര് ഓട്ടപ്പം എന്ന് പറഞ്ഞ് പേരിട്ടു. ഇത് ശരിക്കും ഓട്ടപ്പാ. മോന് ഇഷ്ടമാണ് ഓട്ടപ്പോ? ഓട്ടപ്പോ സൂപ്പറാ. ആരുടെ പേര് കത്തോളട്ടാ. ഉണ്ടാക്കി തരുമ്പോ പറഞ്ഞോളൂ സൂപ്പറാണ്. ഊതാൻ തുടങ്ങിയപ്പോ തന്നെ ആയിട്ടെ. അങ്ങനെ നമ്മുടെ ഓട്ടപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇച്ചായനാണെങ്കിൽ ചൂടോടെ ചുട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീഫും റെഡി ആയിരിക്കുകയാണ്. ഇച്ചായനാണെങ്കിൽ തേങ്ങാപ്പാലും മതിയെന്നാ പറഞ്ഞത്. പക്ഷെ ബീഫ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഞാൻ ബീഫ് കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടപ്പവും ബീഫും കൂടിയാണ് കോമ്പിനേഷനാണ് ഇന്ന് ട്രൈ ചെയ്തത്. കുട്ടികൾക്ക് ഞാനാണെങ്കിൽ പഞ്ചസാര ഇട്ടാണ് കൊടുത്തത്. എബിക്കുട്ടന് തേങ്ങാപ്പാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ടൈമില്ല. ഓൾമോസ്റ്റ് 10 മണിയായി. 9:30 ഇവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു പ്ലാന്. ഇനി റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകും. അതുകൊണ്ടാണ് ഇന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റാഞ്ഞേ. എന്തായാലും കുട്ടികളും ഓട്ടപ്പവും പഞ്ചസാരയും കൂട്ടി കഴിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇച്ചൂട്ടിനും എബിക്കുട്ടനാണെങ്കിൽ ക്യാപ്പ് ഇടാൻ തീരെ താല്പര്യമില്ല. പിന്നെ ഇച്ചൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് ക്യാപ്പ് ഊരാൻ നോക്കുന്നുണ്ട്. എബിക്കുട്ടനോട് പറഞ്ഞു ക്യാപ്പ് ഊരിയാ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്യാപ്പ് ഒന്നും ഊരുന്നില്ല. ഞങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ കടയും അതൊന്നും കാണിക്കാത്തത്. ഡിഫൻസിൻ്റെ കടയായതുകൊണ്ട് കടയും കടയുടെ പ്രിമിസസും ഒന്നും കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അങ്ങനെ വന്ന വശം തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു. കറണ്ട് പോയതുകൊണ്ടാണ് ഫ്ലാഷ് ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ മെനു ബീഫ് റോസ്റ്റ്, ചമ്മന്തി, ബീട്രൂട്ട് തോരനും മുട്ട പൊരിച്ചതുമാണ്. അയ്യോ പപ്പടവും ഉണ്ട്, അത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഇന്നത്തെ ഈ സൺഡേ വ്ലോഗ് ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.